ചുരുളഴിക്കപ്പെടേണ്ട ഒട്ടനവധി ദുരൂഹതകൾ നിറഞ്ഞതാണ് ദേവേന്ദുവിന്റെ കൊലപാതകം. ഹരികുമാർ മാത്രമല്ല ഈ കൊലപാതകത്തിന് പിന്നിലെന്നും തികഞ്ഞ വിശ്വാസത്തിലാണ് നാട്ടുകാരും. ദേവേന്ദുവിന്റെ കൊലപാതകത്തെക്കുറിച്ച് വാർഡ് മെമ്പർ സുനിൽകുമാറിന്റെ വാക്കുകളിലേക്ക്. ഈ കുഞ്ഞിനെ കിണറ്റിൽ എറിഞ്ഞതാര്? അത് ഞങ്ങൾക്കറിഞ്ഞേ മതിയാവും. ഹരികുമാറിന് ഇത് ചെയ്യാൻ കഴിയത്തില്ല. ഞങ്ങൾ അടിവരയിട്ട് ആണയിട്ട് പറയുന്നു, ഒരിക്കലും ഹരികുമാറിന് ഇത് ചെയ്യാൻ കഴിയത്തില്ല. ഈ കൊലപാതകത്തിൽ ഹരികുമാർ മാത്രമല്ല വീണ്ടും പ്രതികളുണ്ടെന്നാണ് വാർഡ് മെമ്പർ സുനിൽകുമാർ പറയുന്നത്. കൊലപാതകത്തെക്കുറിച്ച് ഒട്ടനവധി സംശയങ്ങളാണ് ഇനിയും ദൂരീകരിക്കപ്പെടേണ്ടത്. ഈ മരണം നടന്നതിന് കുഞ്ഞിനെ കിണറിലെറിഞ്ഞ സമയത്തിന് മുന്നേ ഹരികുമാറിൻ്റെ മുറിയിൽ തീ പിടിച്ചതെന്തിന്? ആ തീപിടുത്തം ഉണ്ടാക്കിയത് ആര്? ശ്രീധുവിൻ്റെ ഭർത്താവിനെ, പിണങ്ങി നിന്നിരുന്ന ശ്രീധുവിൻ്റെ ഭർത്താവിനെ 16 അടിയന്തരത്തിൻ്റെ തലേ ദിവസം നിർബന്ധിച്ച് വിളിച്ചതെന്തിന്? ഇങ്ങനെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ, സമസ്യകൾ നീണ്ടുപോകുന്നു. ഇത് കണ്ടെത്തേണ്ടത് നീതിപീഠവും നീതിപാലകരുമാണ്. ഒന്നാം ദിവസം കാണിച്ച ആ താല്പര്യം തുടർന്നും കാണിക്കണം. എങ്കിൽ മാത്രമേ ഇതിലെ ഒളിഞ്ഞിരിക്കുന്ന പ്രതി പുറത്തേക്ക് വരൂ. ആരെ രക്ഷപ്പെടുത്താനാണ് ഇങ്ങനെ ദിവസങ്ങൾ നീട്ടി ഇഴച്ചിഴച്ച് കൊണ്ടുപോകുന്നത്? ഞങ്ങൾക്കതിൽ സംശയമുണ്ട്. ദേവേന്ദുവിന്റെ കൊലപാതകത്തിൽ ഹരികുമാർ മാത്രമല്ല പ്രതിയെന്നും തികഞ്ഞ വിശ്വാസത്തിലാണ് പ്രദേശവാസികളും. ഇപ്പോൾ ഞങ്ങൾ സംശയിക്കുന്നു നാട്ടുകാർ. ഉദയകുമാറിൻ്റെ മരണത്തിലും ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം ഉദയകുമാർ ഈ പറഞ്ഞതുപോലെ ഇവർ പറഞ്ഞ ഉദയകുമാറിന് ശരിക്കുള്ള അസുഖം എന്താണെന്ന് നാട്ടുകാർക്ക് അറിയത്തില്ല. ഒരിക്കൽ പറയും ക്യാൻസർ ആണെന്ന് പറയും, ഒരിക്കൽ പറയും കരൾ സംബന്ധമാണെന്ന് പറയും, ഒരിക്കൽ പറയും തലച്ചോറ് സംബന്ധമാണെന്ന് പറയും. ബന്ധുക്കളെപ്പോലും പറഞ്ഞു പറ്റിച്ചിരിക്കുന്നു. അന്തിയൂർ ഭാഗത്ത് വരുന്ന ഉദയകുമാറിൻ്റെ കുടുംബക്കാരോട് പോലും നിംസ് ഹോസ്പിറ്റലിൽ കിടക്കുന്നു, ലക്ഷങ്ങൾ വേണം, 10-12 ലക്ഷങ്ങൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് പോയി ഓരോ ബന്ധുക്കളോടും 50,000-വും 1.5 ലക്ഷവും 1 ലക്ഷവും ആവശ്യപ്പെട്ടുകൊണ്ട് നിംസിൽ കെട്ടിവെക്കണമെന്ന് പറഞ്ഞു. അന്ന് ഇത് അറിഞ്ഞുകൊണ്ട് ഉദയകുമാറിൻ്റെ ബന്ധുക്കളിൽ ഒരു കുടുംബം നിംസിൽ ചെല്ലുമ്പോൾ ഡിസ്ചാർജായി പോയതായിട്ട് അറിയാൻ കഴിഞ്ഞു. തിരിച്ച് എന്നെ അന്ന് ഈ ഡിസ്ചാർജ് ആകുന്നതിൻ്റെ അന്ന്, അതിന് തലേ ദിവസം തന്നെ ഈ ഉദയകുമാറിൻ്റെ കുടുംബത്തിലെ ഒരു സുഹൃത്ത്, ഞങ്ങളുടെ പാർട്ടിക്കാരനാണ്, അദ്ദേഹം എന്നോട് വിളിച്ചു പറഞ്ഞു, മുമ്പേ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഇങ്ങനെ ലക്ഷങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നു, ഒന്ന് തിരക്കി പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ഞാൻ അന്വേഷിക്കുമ്പോഴേക്കും അവർ ഈ പറഞ്ഞതുപോലെ ഉദയകുമാറിന് അങ്ങനത്തെ ഒരു അസുഖമില്ല. പിറ്റേന്ന് ഡിസ്ചാർജായി ഉദയകുമാറോട് വരുന്നു. ഉദയകുമാറിനെ താങ്ങിട്ടെടുത്തുകൊണ്ട് പോയതല്ല, വന്ന വാഹനത്തിൽ നിന്ന് ഉദയകുമാർ നടന്നാണ് വീട്ടിലേക്ക് കയറിയത്. ഉദയകുമാർ അതിനുശേഷവും രാവിലെയും ഉച്ചയ്ക്കുമൊക്കെ സമയങ്ങളിൽ ഇറങ്ങി റോഡിൻ്റെ ആ ഇടുക്ക് വഴി ഭാഗത്ത് അവർ താമസിക്കുന്ന വീട്ടിലേക്ക് ഇറങ്ങുന്ന ആ ഇടുങ്ങിയ വഴിയുടെ ഭാഗത്ത് നിരവധി വട്ടം നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. തൊട്ടടുത്ത വീട്ടുകാർ ആ വീട്ടിൻ്റെ വാതിൽപ്പടിയിൽ ഉദയകുമാർ ഇരുന്ന് ചായ കുടിക്കുകയും ചെയ്യുന്നതെല്ലാം കണ്ടിട്ടുണ്ട്. മരിക്കുന്നതിൻ്റെ അന്ന് ഉച്ചയ്ക്ക് പോലും കപ്പലണ്ടി ഉച്ചയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നു, എടുത്ത് കുറിക്കുന്നത് കണ്ടവരുണ്ട്, ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടവരുണ്ട്. പക്ഷേ ഒരു 7 മണിയോടുകൂടി അദ്ദേഹം മരിച്ചു എന്ന് പറയുന്നു. അങ്ങനെ മരിക്കത്തക്ക നിലയിൽ അദ്ദേഹം ഈ പറഞ്ഞ രോഗത്തിന് അത്രയും മാരകമായി അടിമപ്പെട്ട ആളാണെന്നുണ്ടെങ്കിൽ ശ്വാസമെടുക്കുന്നതിനും എല്ലാം നമുക്ക് സ്വാഭാവികമായിട്ട് കാണാമല്ലോ. മൃതപ്രായനായി കിടക്കുന്ന ആൾ ശ്വാസം വലിച്ചെടുക്കാൻ പോലും പാടുപെടുന്നയാൾ ചെന്ന് നമ്മൾ നോക്കുന്നവർക്കറിയാം എന്തായാലും നീളം പോകത്തില്ല എന്നറിയാം. അങ്ങനൊരവസ്ഥയിൽ ഉദയകുമാർ കടന്നിട്ടില്ല ഒരിക്കലും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇതുമായി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഞങ്ങൾക്ക് ബലമായൊരു സംശയം വരുന്നത്. ഈ കേസിന് പിന്നിൽ മറ്റ് പലരുടെയും സഹായമുണ്ടോ എന്ന സംശയവും നാട്ടുകാർ പ്രകടിപ്പിക്കുന്നുണ്ട്. ദേശത്ത് ഞങ്ങൾക്ക് ശ്രീധുവിൽ ഇങ്ങനെ സംശയം വരാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഇവിടെ സാമ്പത്തികമായി കടം മറിച്ചിരിക്കുന്നതിൻ്റെ ഉത്തരവാദി ശ്രീധുവാണ്. ദേവസ്വം ബോർഡിൽ ജോലി ഉണ്ടെന്ന് പറഞ്ഞ് ആളുകളിൽ നിന്ന് പണം പറ്റിയിരിക്കുന്നു. ജോലി വാങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞ് പണം വാങ്ങിയിരിക്കുന്നു. കുട്ടിക്ക് ആക്സിഡൻറ്റ് പറ്റി, കുട്ടി റോഡിലേക്ക് തെറിച്ച് വീണു, അമ്മ കിണറ്റിൽ ചാടി, മെഡിക്കൽ കോളേജിൽ അത്യാസന്ന നിലയിലെന്ന് പറഞ്ഞ് പണം ചെന്ന് വാങ്ങിയിരിക്കുന്നത് ശ്രീധുവാണ്. അച്ഛൻ്റെ അസുഖത്തിന് വേണ്ടി തല മൊട്ടയടിച്ചു എന്ന് പറഞ്ഞത് ശ്രീധുവാണ്. തിരിച്ച് അസുഖം അവൾക്കാണ്, കീമോ എടുക്കാൻ വേണ്ടി അവൾ തുടങ്ങുന്നു, അതുകൊണ്ടാണ് ഞാൻ തല മൊട്ടയടിച്ചെന്ന് പറഞ്ഞതും. അങ്ങനെ മൊത്തം നോക്കുമ്പോൾ ശ്രീധുവാണ്. ഇവിടുത്തെ മൊത്തം കഥാനായിക ശ്രീധുവാണ്. ഇതിൻ്റെ അണിയറ ശില്പി ശ്രീധുവാണ്. ശ്രീധുവിനോട് എനിക്ക് വ്യക്തിപരമായ ഒരു ശത്രുതയുമില്ല ഈ പ്രദേശത്ത്. കാരണം ഹരികുമാറിന് അതിന് കഴിയില്ല. ഇപ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്നത് ഹരികുമാറിന് ഒറ്റയ്ക്ക് ഈ കുട്ടിയെ എടുത്തുകൊണ്ട് പോയി ഈ കിണറ്റിലിടാൻ കഴിയത്തില്ല എന്നുള്ളതാണ്. ഇത് ശ്രീധു ചെയ്യുന്ന കാര്യങ്ങൾ ശ്രീധുവിൻ്റെ അമ്മ ശ്രീകലയ്ക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവർ കാര്യങ്ങളൊന്നും പറയുന്നില്ല, ഒളിക്കുന്നു. അപ്പോൾ ശ്രീധുവിൻ്റെ പശ്ചാത്തലം നമ്മൾ പരിശോധിച്ച് നോക്കണം. അവൾ കുട്ടിക്കാലം മുതൽ പരിശോധിച്ചാൽ ഞങ്ങൾക്ക് അങ്ങനെ എടുത്തു പറയത്തക്ക സംഭവങ്ങളല്ല എങ്കിലും അവളുടെ മുതിർന്നതിന് ശേഷമുള്ള സംഭവങ്ങൾ മൊത്തം നമ്മൾ പരിശോധിക്കുമ്പോഴേക്കും നല്ലൊരു അഭിപ്രായം പറയാൻ കഴിയുന്ന സാഹചര്യമല്ല ശ്രീധുവിൻ്റെ ജീവിത പശ്ചാത്തലം എന്നാണ് ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നത്. ഇവിടെ ശ്രീധുവിന് ദേവസ്വം ബോർഡിൽ ജോലി കിട്ടിയെന്ന് പറയുന്നു. ശ്രീധുവിനെ അവളെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്ത് വന്ന് കാറിൽ കൊണ്ടാക്കും, തിരിച്ചു കൊണ്ടുപോകുന്നു. താമസിക്കുന്ന ദേവസ്വം ബോർഡിൽ ജോലി ചെയ്യുന്ന പയ്യനാണ് ഓട്ടിച്ചുകൊണ്ട്
വരുന്നതും പോകുന്നതും ആ കാറിലൊക്കെ കയറി പോകുന്നതും. അപ്പം ഞങ്ങൾക്കിങ്ങനെ ആകെ കൂടെ നോക്കുമ്പോഴേക്കും നല്ല ഒരു അഭിപ്രായം, നല്ല ഒരു പശ്ചാത്തലം ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ശ്രീതു തന്നെയാണ് ഇതിൻ്റെ പുറകിൽ. കാരണം ഞാനന്ന് ചെല്ലുമ്പോഴേക്കും ശ്രീതു തൻ്റെ സ്വന്തം മകൾ നഷ്ടപ്പെട്ട ഒരു മാതാവിൻ്റെ വേദന ഞങ്ങൾ കാണുന്നില്ല. ഈ കുഞ്ഞ് കിണറ്റിൽ വീണു എന്ന് പറഞ്ഞപ്പോഴേക്കും അവിടെ കൂടിയ നാട്ടുകാരായ സ്ത്രീകൾ, മറ്റാളുകൾ, വാവിട്ട് കരഞ്ഞ അമ്മമാരുണ്ട്, വാവിട്ട് കരഞ്ഞ സഹോദരിമാരുണ്ട്. പക്ഷേ അവിടെ അപ്പോഴും അലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരുന്നത് രാഗിണി എന്ന ശ്രീകലായി കുട്ടിയുടെ മുത്തശ്ശിയാണ്. ശ്രീതുവിനെ കാണാൻ കഴിഞ്ഞത് പുറമേ നിന്ന് വന്നു നിൽക്കുന്ന ഒരു സ്ത്രീക്ക് സ്വാഭാവികമായി കണ്ണിൽ നിന്ന് വരാവുന്നൊരു കണ്ണുനീര് മാത്രമേ ഒരമ്മയിൽ നിന്ന് കാണാൻ കഴിഞ്ഞുള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് ആകെ കൂടെ നോക്കുമ്പോൾ ഒരു അമ്മ, ഒരു പേറ്റുനോവ് പറഞ്ഞു വന്ന ഈ അമ്മയിൽ നിന്ന് ഇതാണ്